ഫ്രാൻസിസ് ക്ലാരിസ്റ്റ് സന്യാസ സഭാ സമൂഹത്തിലെ സിസ്റ്റർ ലൂസി കളപ്പുരയെ സഭയിൽ നിന്നും പുറത്താക്കിയതിനെതിരെ അവർ നൽകിയ അപ്പീൽ വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘം തള്ളി. കാനോനിക നിയമപ്രകാരം സിസ്റ്റർ ലൂസിക്ക് 15 ദിവസത്തിനുള്ളിൽ സുപ്രീം ട്രിബ്യൂണൽ മുൻപാകെ അന്തിമ അപ്പീൽ സമർപ്പിക്കാം. ഇതും തള്ളിയാൽ സിസ്റ്റർ ലൂസിക്ക് സന്യാസ സമൂഹത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും. മാനന്തവാടി കാരക്കാമല വിമല ഹൌസിലുള്ള സിസ്റ്റർ ലൂസിയെ സഭയിൽ നിന്നും പുറത്താക്കിയതായി ഓഗസ്റ്റ് 5-നാണ് ആലുവ അശോകപുരം പോർച്ചുഗലിലുള്ള FCC സുപ്പീരിയർ ജനറൽ ആൻ ജോസഫ് കത്ത് നൽകിയത്. സഭാ നിയമങ്ങൾ തുടർച്ചയായി ലംഘിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ മെയ് 11-ന് ചേർന്ന FCC ജനറൽ കൌൺസിലാണ് ഈ തീരുമാനമെടുത്തത്. തുടർന്ന് ജനറൽ കൌൺസിൽ തീരുമാനം വത്തിക്കാൻ അപ്പസ്തോലറ്റിൽ സമർപ്പിച്ച് അംഗീകാരം നേടിയ ശേഷമാണ് ലൂസിയെ അറിയിച്ചത്. പുറത്താക്കൽ നടപടിക്കെതിരെ അവർ സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ പൗരസ്ത്യ തിരുസംഘം തള്ളിയത്. സന്യാസ സഭയുടെ നിയമങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയും അടിസ്ഥാന വ്രതങ്ങളായ അനുസരണം, ദാരിദ്ര്യം എന്നിവയിൽ നിന്നും അകന്ന് സ്വന്തമായ ആശയങ്ങളുമായി മുന്നോട്ടു പോയതാണ് നടപടിക്ക് പ്രധാനമായും കാരണമായത്. 2015 മുതലുള്ള നിരന്തരമായ അച്ചടക്ക ലംഘനം സഭയിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് നയിച്ചു. പലപ്പോഴായി സഭാവേദികളിൽ സിസ്റ്റർ നൽകിയ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് ജനറൽ കൌൺസിലിൽ നടപടിയെടുത്തത്. കാനോനിക നിയമപ്രകാരം സിസ്റ്റർ ലൂസിക്ക് 15 ദിവസത്തിനുള്ളിൽ സുപ്രീം ട്രൈബ്യൂണൽ മുമ്പാകെ അന്തിമ അപ്പീൽ സമർപ്പിക്കാം. അപ്പീൽ നൽകുമെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു. മാനന്തവാടി ദ്വാരക നോബർട്ടൈൻസ് പ്രൈമറി സ്കൂളിൽ അധ്യാപികയാണ് സിസ്റ്റർ ലൂസി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വയനാട്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.